ഹായ് ഗൈസ്, അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താ പറയുക, ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ നിൽക്കാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞ സമയത്ത് എനിക്ക് നോട്ടം പോകാനുള്ളതുകൊണ്ട് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട് ചെയ്ത് ഡിസ്ചാർജ് ആയി പോയതാണ്. നമുക്ക് ആർക്കും വരുന്നൊരു അവസ്ഥയാണിത്. ഞാൻ അവിടെ കാണിച്ചു തരാം. അവിടെ എണീച്ചില്ല. ഒക്കെയാണ്. അപ്പോൾ ഇന്നലെ എനിക്കിന്ന് പോകാനുള്ളത് ഇന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്ത് വന്നതാണ്. ഇത് ശ്വാസം മുട്ടെങ്ങാനും പെട്ടെന്ന് വരികയാണെങ്കിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഓട്ടം പോകാനുള്ളതിനെ കൊണ്ട് ഞാനിങ്ങ് പോരുകയും ചെയ്ത്. എന്താ ഇതാ ആരാ നോക്ക്, വേദന ഉണ്ടോ കാർക്ക് വേദന ഉണ്ടോ? അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ ഒരു സംഭവം, അതായത് ഇനിയും ആയിരിക്കും വന്നു കഴിഞ്ഞാൽ, അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് പല പ്രശ്നം വരും. ശ്വാസം മുട്ട്, ഇതിനെക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് വരും, പനി, പിന്നെ ആൾ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു മരുന്ന് എന്ന് പറഞ്ഞത്. എന്നിട്ടും ആ നേഴ്സിൻ്റെ ഒരു തെറ്റ് ആ നേഴ്സ് അംഗീകരിക്കുന്നില്ല. അത് തെറ്റ് പറ്റിപ്പോയി എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കുന്നത് പോയില്ല. അവർക്ക് അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇവള് ഒന്ന് കോഴിക്കോടോ അല്ലെങ്കിൽ ഒന്ന് കണ്ണൂരോ അല്ലെങ്കിൽ വടകരയോ അവിടെ എവിടെയെങ്കിലും പോയി വരികയാണെങ്കിൽ വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കാല് ആ ഒരു രൂപത്തിലാവും. പിന്നെ നടക്കാനോ എന്തിന് നിൽക്കാൻ പോലും ആവില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് ഇപ്പോൾ കാല് മുറിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈപ്പ് വരുമോ ഒന്നും അറിയില്ല. കാരണം അത് പറ്റിയതിന് ശേഷം ഇത്രയും ദിവസത്തിനിടയിൽ ആ കാലിന് വേദന മാറിയിട്ടില്ല. ഒരു ഇഞ്ചക്ഷൻ മാറി കുത്തിയിട്ട് ഇങ്ങനെ വരണമെങ്കിൽ അത് വെയിലിൽ കയറാറ്റല്ലേ. പിന്നെ ആ ഒരു കാൽക്ക് മാത്രം വരേണ്ട ഒരു കാര്യമില്ല. നീര് വരുന്ന ആൾക്കാരാണെങ്കിൽ രണ്ട് കാൽക്കും വരും. പോരാത്തതിന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടുത്തെ ഡോക്ടർ ഇഞ്ചക്ഷൻ കാര്യമൊക്കെ വെച്ച് എന്നിട്ട് അവർ പറഞ്ഞെന്താ വെച്ചാൽ ആ മരുന്നിൻ്റെ പ്രശ്നം അതാണ്, വെയിലിൽ കയറിയില്ലെങ്കിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗതി, ഇങ്ങനത്തെ ഒരു ഗതി ഇനി ഒരാൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ആക്കിയത്. കാരണം ആ സൂപ്പർ സ്പെഷ്യാലിറ്റി, അതായത് കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റീൻ്റെ പേരിൽ ഗൂഗിളിൽ നിങ്ങൾ റിവ്യൂ എടുത്ത് നോക്കിയാൽ അറിയാം, പല പല കംപ്ലയിൻസും കാര്യങ്ങളുണ്ട്. ആ റിവ്യൂ ഞാൻ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ ബൈ പറയുന്നത്. കാരണം എനിക്ക് ഓട്ടം പോകാണ്ട് ഇവിടെ ഇനിയിപ്പോൾ ആര് വന്ന് നിൽക്കുന്ന അറിയില്ല. അപ്പോൾ അഥവാ എന്തെങ്കിലും ശ്വാസം മുട്ടോ തലോ വന്നാൽ എനിക്ക് ഓട്ടം പോകുമ്പോൾ ഫോൺ എടുക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആ അമ്മേനെയോ അച്ഛനോ ആരെങ്കിലും ചിലപ്പോൾ ഇവിടേക്ക് വന്ന് വരികയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇന്ന് ഇപ്പോൾ പോയിട്ട് രാവിലെ അവിടുന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യും. ഒരു പറഞ്ഞെന്താ വെച്ചാൽ, ശ്വാസം മുട്ടോ പനിയോ ഉണ്ടെങ്കിൽ, അഥവാ പനിയോ ശ്വാസം മുട്ടോ വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് അവിടേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. എനിക്കിപ്പോൾ ഓട്ടം പോകുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല ചില സമയത്ത്. പാർട്ടി എങ്ങനത്താണെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും നിപ്പിച്ചിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പോൾ എല്ലാവരോടും ബൈ. ഒരു ബൈ പറ. എന്താ ഗൈസ്, അപ്പോൾ എനിക്ക് വേറെ പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ചിന്തിക്കുക. കാരണം ഈ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ഈ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ മാലാഖമാരാണ്. അവരെ അടുത്ത് പോകുന്ന ഏതൊരു രോഗിയും അവരെ കാണുന്നത് ആ ഒരു കണ്ണുകൊണ്ടാണ്. ആ മാലാഖ എന്നുള്ള കണ്ണ് മാറ്റി വേറെ രീതിയിലാക്കരുത്. കാരണം നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങളെന്താക്കണം, മാക്സിമം അവരെ കെയർ ചെയ്യുക ചെയ്യേണ്ടത്. ഒരു ഇഞ്ചക്ഷനൊക്കെ മാറിക്കുത്തിയിട്ട് പല പ്രശ്നങ്ങൾ ഈ MMCയിലൊക്കെ പല പ്രശ്നങ്ങളും വന്നത് ആ ചരിത്രമുണ്ട്. ഒരു കുഞ്ഞിന് കറക്റ്റ് രീതിയിൽ മരുന്ന് കൊടുക്കായിട്ട് മരിച്ചു പോയത്, പിന്നെ ഒരു ചേച്ചീൻ്റെത്, ഒരു എന്താ പറയുക, ഇഞ്ചക്ഷൻ മാറിക്കുത്തിയിട്ട് ഇതായത്, അങ്ങനത്തെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസയ്ക്ക്, ഞങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അവിടെ പൈസ ഇല്ലാണ്ട് വരുന്നതിനെ കൊണ്ട് അവരങ്ങനെ നോക്കിയാൽ മതി, അങ്ങനെയൊന്നും ഇല്ല. ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും നിങ്ങളെന്ന് പറയുന്നത് ഒരു മാലാഖമാർ പോലെയാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ നോക്കുമ്പോൾ മര്യാദയ്ക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഗതി വരില്ല. പക്ഷെ ആ നേഴ്സ് അല്ല, ആ നേഴ്സ് എനിക്ക് തോന്നുന്നു വളരെ വളരെ ഒരു മോശമായ ഒരു ഇതാണ്, ഒരു ഇതില്ല. ശരിക്കും പറഞ്ഞാൽ അവരവിടെ നിന്ന് പിരിച്ചു വിടണം. അത്രയും ഒരു ലേഡിയാണ്. ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ട് ഗതിയിലായിട്ട് ഇന്ന് വരെ അവിടെ നിന്ന് ഒരാൾ വിളിച്ചു പോലും നോക്കിയിട്ടില്ല. അല്ല, അവിടെ സ്ഥിരമായിട്ട് പോയി കാണിക്കുന്ന ഒരാളാണ്, മൈഗ്രെയിൻ്റെ ഇതുള്ളതുകൊണ്ട്.
അപ്പോൾ ആ ഒരു ഇതുപോലെ പൈസയും കാര്യമൊന്നും തരണ്ട. ഇപ്പോൾ വിചാരിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കുകയെന്ന്. ഒരു 5 പൈസ ഒരു തരണ്ട. പക്ഷേ ഒരാൾക്കൊരു പരിക്ക് പറ്റിയാലോ എന്തെങ്കിലും പറ്റിയാലോ ചെയ്യുന്നൊരു മര്യാദ അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ബൈ. വേറൊരു വീഡിയോ ഞാൻ പിന്നെ വരുന്നുണ്ട്. ഓക്കെ.